വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐശ്വര്യ ട്രിപ്ലെറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂരേക്ക് പോവാണ്. നാളെ നമ്മളെ കുട്ടികളെ ബർത്ത്ഡേ ആണ്, രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രാവശ്യത്തെ ബർത്ത്ഡേ എന്തായാലും ഗുരുവായൂർ ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ രാവിലെ 7 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വടകര എത്തിയപ്പോൾ നമ്മളൊരു കോഫി ഹൗസിൽ കയറി മസാല ദോശ കഴിച്ചു. ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കോഫി ഹൗസ് കാണുവാണെങ്കിൽ അവിടെ തന്നെ കേട്ടോ ഫുഡ് കഴിക്കാറ്. കുട്ടികൾക്ക് കുറുക്ക് കൊടുത്തിട്ടാട്ടോ കൊണ്ടുവന്നത്. പിന്നെ അവർക്ക് പോകുന്ന വഴിക്ക് വിശക്കുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗോതമ്പ് ദോശയും കരുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം ഗുരുവായൂർ 2 ദിവസം നിൽക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാ തവണയും പോകുമ്പോൾ പിറ്റേ ദിവസം തിരക്ക് കൂട്ടി തിരിച്ചു വരും അയ്യാറ്. ഇത്തവണ വ്യത്യസ്തമായിട്ട് 2 ദിവസം നിന്ന് സമാധാനമായിട്ട് കണ്ണനെ തൊഴുത് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് മലപ്പുറം ജില്ലയിലുള്ള കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലൊന്ന് കയറി. ഞാൻ ഇതിനു മുമ്പ് 2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് 2 തവണയും എനിക്ക് അകത്ത് കയറി തൊഴാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് നടയടയ്ക്കാറ് ചെയ്യും. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം നടയടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് എത്തി. 11:30 നടയടയ്ക്കുന്നത്. ഇവിടെ പാർവതി ദേവിയാണ് പ്രതിഷ്ഠ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിഗ്രഹപൂജയല്ല, വിഗ്രഹമില്ല, ഒരു കുഴിയാണ്. കുഴിയുടെ മേലെ ഒരു കണ്ണാടി വെച്ചിട്ടാണ് ഉള്ളത്. അതായത് കണ്ണാടിയിൽ തെളിയുന്ന ഭക്തരുടെ പ്രതിബിംബം തന്നെയാണ് ദേവിക്കും. അങ്ങനെയൊക്കെയാണ് വിശ്വാസം. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്, അന്നദാനമുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകതയാണ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടാവും. അത് 11:30 മുതൽ 1:30 വരെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അകത്ത് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അവിടുത്തെ പിടിക്കാഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പിന്നെ ഓടുന്നു. കുട്ടികൾക്ക് കുറച്ച് നേരം ഓടിക്കളിക്കാനും പറ്റി. വണ്ടിയിൽ തന്നെ ഇരുന്ന് വരുമല്ലേ, അപ്പം അവർക്ക് മടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് നേരം അവർ ഓടിക്കളിച്ച് അവരും കുറച്ച് ഫ്രീ ആവുമെന്ന് വിചാരിച്ചു. ഞങ്ങളോട് കുറച്ചധികം സമയം അവിടെ ഇരുന്നിട്ടാണ് പോയത്. മോനു ഞങ്ങൾ അവിടുന്ന് ഒരു 1:15 ആയപ്പോഴത്തേക്കും പുറപ്പെട്ടു. വഴിയിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടി അന്താക്ഷരിയൊക്കെ പാടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ വോയിസ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. ഞങ്ങൾ 2:30 ആയപ്പോഴത്തേക്കും ഗുരുവായൂർ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിലെത്തി. അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അവിടെ റൂം ബുക്കിംഗ് എന്ന്. ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമ്മൾ 2 മാസം മുമ്പ് റൂം ബുക്ക് ചെയ്യണം. വേഗം റൂം ഫില്ലാവും. അതുകൊണ്ട് 2 മാസം മുമ്പ് നമ്മൾ റൂം ബുക്ക് ചെയ്യണം. 3 ബെഡ് AC, 3 ബെഡ് നോൺ AC, 5 ബെഡ് നോൺ AC അങ്ങനെയാണ് റൂം വരുന്നത്. അപ്പോൾ നമ്മൾ 3 ബെഡ് നോൺ AC ഉള്ള 3 റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആയിട്ട് നമുക്ക് നല്ല സൗകര്യമുണ്ട്. 3 ബെഡുണ്ട്, പിന്നെ ഒരു ബാത്റൂമും ഉണ്ട്. 5 ബെഡ് നോൺ AC ആവുമ്പോൾ അവിടെ 2 ബാത്റൂം വരും. ആനയെ കാണുന്നുണ്ടോ കുഞ്ഞു? ആനയുണ്ടോ അവിടെ? ആന എവിടെ? എവിടെ? അവിടെ ഉണ്ട് ആന. ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ കുളിച്ച് അമ്പലത്തിൽ പോകാന്നുള്ളൊരു പ്ലാനിങ്ങിലാണുള്ളത്. അപ്പം നമ്മളെ കൂടെ അമ്മാവനും അമ്മായിയും അമ്മമ്മയും മക്കളും എല്ലാം വരുന്നുണ്ട്. അപ്പം അവർ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങൾ അവരെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനവൻ്റെ മാമനെ മയക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. സ്വിച്ച് ഓണും ഓഫും ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം മാമൻ വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ ചിരിച്ച് മയക്കാൻ വേണ്ടി നോക്കുന്നു. അവസാനം ഇതാ അമ്മമ്മയും അമ്മാവനും അമ്മായിയും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെ കുഞ്ഞൂസ് അമ്മാവനോട് കുറച്ച് മസിലെല്ലാം പിടിച്ച് നിൽക്കുന്നു. ബാക്കി 2 പേരും നന്നായിട്ട് അടുത്തു. കുഞ്ഞൂസ് അങ്ങനെയാണ്, പെട്ടെന്നൊന്നും അടുക്കൂല. കുറച്ച് നേരം ഒന്ന് കണ്ട് എല്ലാം കളിച്ച് കഴിയുമ്പോഴേ അവൻ ഒന്ന് എല്ലാവരോട്ടും ഒന്ന് അടുത്ത് വരുള്ളൂ. കുഞ്ഞൂസിൻ്റെ മടിയെല്ലാം മാറി എല്ലാവരെയും കയ്യിൽ പോയാനും ചിരിക്കാനും എല്ലാം വേണ്ടി തുടങ്ങി. പൊന്നൂസ് കട്ടിലിൻ്റെ നീളവും വീതി എല്ലാം അളക്കുന്നുണ്ട്. ഒരിടത്തിരിക്കുക 3 പേർക്ക് ഇഷ്ടമല്ല. എപ്പോൾ നോക്കിയാൽ ഓട്ടോ ആണ്. ഞങ്ങളങ്ങനെ എല്ലാവരും റെഡിയായി, കുളിച്ച് റെഡിയായി ഇതാ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ പിന്നെയും 3 പേരെ ഓടുന്നു. അങ്ങനെ അച്ചാച്ചൻ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് അവരെ 3 പേരെ. അവസാനം 3 ആളെയും പൊക്കിയെടുത്ത് നമ്മൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ഇവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്. വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്തു. വിചാരിച്ചു ക്ലോക്ക് റൂമിൽ വെക്കാമല്ലോ എന്ന്. പക്ഷേ ക്ലോക്ക് റൂമിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ 1 മണിക്കൂറിലധികം ക്ലോക്ക് റൂമിൻ്റെ അവിടെ ക്യൂ നിന്നിട്ടാണ് ഈ ഫോൺ കൊണ്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരെ ആരെയും കാണാറില്ല. കുറേ തപ്പിപ്പിടിച്ച് അവസാനം അവരെ കണ്ടുകിട്ടി. എന്നിട്ടും അവർ ക്യൂ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുപാട് മണിക്കൂർ നിൽക്കേണ്ടി വന്നു ക്യൂവിൽ കുട്ടികളെ കൊണ്ട്. അപ്പോഴത്തേക്കും കുട്ടികൾക്ക് ചെറുതായിട്ട് വായിച്ചെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അകത്ത് കയറി കണ്ണനെ തൊഴുതു. ഞങ്ങൾ എന്നിട്ട് തിരിച്ചിറങ്ങിയ വീഡിയോ ആണ് ഈ കാണുന്നത്. അവിടുന്ന് നേരെ പഴയുടെ രുചിയിലേക്ക്. നമ്മൾ പഴയുടെ രുചി എവിടെയാണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം.
പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ പഴയുടെ രുചി വരുന്നത്. പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് വരുന്നത് തെക്കേ നട, ഗുരുവായൂരമ്പലത്തിന് തെക്കേ നടയിലാണ് കേട്ടോ. കുട്ടികൾക്കെല്ലാം അപ്പോഴേക്കും നന്നായിട്ട് വിശന്നു. ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ കുട്ടികളെയും കൊണ്ട് അത്രയും നേരം നമുക്ക് ക്യൂ നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. അമ്മമ്മ ചപ്പാത്തിയും വെജ് കുർമയും ഓർഡർ ചെയ്ത്, അപ്പോൾ അതാണ് ആദ്യം വന്നത്. അതുകൊണ്ട് മക്കൾക്ക് ഞങ്ങൾ അതിനകത്ത് നിന്ന് തന്നെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ശിവേലി തുടങ്ങാൻ വേണ്ടി ഇനി സമയമുണ്ട്. അപ്പം മക്കളെ ഇനി കിടത്തി ഉറക്കാമെന്ന് വെച്ചു. ഇനി അവരെ ശിവേലി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു. ഓൾറെഡി അവർ ക്യൂ നിന്ന് നന്നായിട്ട് ക്ഷീണിച്ചു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ച് ഇനി അവർക്ക് ഉറക്കം വരുന്നുണ്ട് നല്ലോണം. പിന്നെ ഇനി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വാശിയായിരിക്കും. അതാണ് ഞങ്ങൾ ഉറക്കിയേക്കാന്ന് വിചാരിച്ചത്. അപ്പം ഞാനും ഏട്ടനും കൂടി ഇവിടെ നിന്നു. ബാക്കി എല്ലാവരും ശിവേലി കണ്ട് തൊഴുതിട്ട് വന്നു. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ കേട്ടോ. ഇന്ന് നമ്മളെ മക്കളെ ബർത്ത്ഡേയുടെ ദിവസമാണ്. ഞാനവരെ മൂന്നുപേരും ഒരേപോലത്തെ ഷർട്ട് മുണ്ടും എല്ലാം ഉടിപ്പിച്ചേക്കുന്നത് അവരെ മൂന്നാളി ഇരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ രാവിലെ തന്നെ അവരുടെ മൂഡ് ഭയങ്കര മോശമായിരുന്നു. മൂന്നാളും കരച്ചിലായിരുന്നു. ഞങ്ങൾ ഒന്ന് അമ്പലത്തിലെല്ലാം കൊണ്ടുപോയി അവരെ. പക്ഷെ തൊഴിയിക്കാനൊന്നും പറ്റിയില്ല. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്ന് കയറി തൊഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ നോക്കുമ്പോൾ ഗേറ്റ് കാണാം. അപ്പോൾ ഗേറ്റ് വരെയുള്ള ആൾക്കാരുടെ ക്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ പ്ലാൻ വേണ്ടാന്ന് വെച്ചു. ഇനിയും കുട്ടികളെ കൊണ്ട് വാശി പിടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുത്തു. ഇഡ്ഡലി ആട്ടോ വാങ്ങിക്കൊടുത്തത്. അത് കഴിഞ്ഞപാട് ഇതാ കുഞ്ഞൂസിന് ഉറക്കം വരാൻ തുടങ്ങി. അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ഉറങ്ങാൻ പോകാൻ തോന്നുന്നു. ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി എല്ലാവരും കൂടെ. അപ്പോൾ ഇവിടെ ഒരു കോഫി ഹൗസ് ഉണ്ട് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഴക്കേനടയിൽ. ഞങ്ങൾ നടന്നിട്ടും കണ്ടിട്ടില്ല. അവസാനം കണ്ടൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. പക്ഷേ അന്ന് രാത്രി ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ കോഫി ഹൗസ് എവിടെയാണെന്ന്. കിഴക്കേനടയിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. പൂരിയും ബാജിയാണ് വാങ്ങിയത്. കൊള്ളായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴുള്ള ക്യൂ ആട്ടോ ഈ കാണുന്നത്. അത്രയും തിരക്കുണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവിടെ റൂമിൽ എത്തിക്കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടെ ഒന്ന് പ്രിയങ്ക ഫാൻസിയിൽ പോയി. ഞാൻ റീൽസിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. കിഴക്കേ നടയിൽ മഞ്ജുലാലിൻ്റെ താഴെ കേട്ടോ ഈ പ്രിയങ്ക ഫാൻസി വരുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ കടയാണ്. പക്ഷെ അകത്ത് ഭയങ്കര കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഉള്ളോട്ട് ഇത്രയും വലിയ ഷോപ്പാന്ന് നമുക്ക് കണ്ടാൽ തോന്നൂല. ഞാനും ഏട്ടനും വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഒരു ബേക്കറി പോയി കേക്ക് വാങ്ങി. കേക്ക് എല്ലാവരും കൂടെ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ റൂമിൽ കേക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ബെഡിലൊന്നും ആക്കാണ്ട് കട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ വിഷ്ണുവേട്ടനുണ്ടല്ല നാട്ടിൽ കേക്ക് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് വിഷ്ണുവേട്ടൻ പോകുന്നതിന് മുമ്പ് വന്ന് അവരെ ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ബർത്ത്ഡേ ദിവസം തന്നെ ആയതുകൊണ്ട് ഞങ്ങളൊന്നും കൂടെ കട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. റൂമിലെത്തിയപ്പോൾ മക്കളെല്ലാം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഗുരുവായൂരിൽ നിന്ന് കിട്ടിയ പായസം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു കുഞ്ഞു. അങ്ങനെ നമ്മളെ മക്കളെ സെക്കൻഡ് ബർത്ത്ഡേ കേക്ക് ഞങ്ങൾ മുറിച്ച് കഴിഞ്ഞു. മക്കൾക്ക് ഇഷ്ടമായിട്ടോ കേക്ക്. പിന്നെ അത് കഴിഞ്ഞപാട് അമ്മാവനൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാൻ ഇറങ്ങി. അവരെല്ലാവരും കൂടെ വന്നുകൊണ്ട് നമുക്കും നല്ല സന്തോഷമായിരുന്നു, മക്കൾക്കും നല്ല സന്തോഷമായിരുന്നു. അതുകൊണ്ട് അവർ പോകുമ്പോൾ മക്കൾ കരയായിരുന്നു. ഞങ്ങൾ പിന്നെ റൂമിലേക്ക് പോയി ഇനി ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ പഴയടത്തു നിന്ന് തന്നെ നമുക്ക് പാഴ്സൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും സദ്യ, എല്ലാ വിഭവങ്ങളോടും കൂടി അവരവരുടെ ബർത്ത്ഡേക്ക് ഒരു സദ്യ തന്നെയാട്ടോ കഴിക്കുന്നത്. ഒരു ഗുസ്തിയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ 3 ദിവസം ഭക്ഷണം കഴിക്കുള്ളൂ. വായിൽ കൊടുത്തു കഴിഞ്ഞാൽ ചവച്ചിറക്കിക്കോളും. പക്ഷെ കൊടുക്കാനാണ് പാട്. അമ്മമ്മയും അച്ചാച്ചനോട് കഷ്ടപ്പെട്ട അവസാനം അവന് ഭക്ഷണം കഴിപ്പിച്ചത്. കുഞ്ഞൂസ് മടിയൊന്നും കാണിക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ തന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എടാ ആന കളിക്കലേടത് കുഞ്ഞാടാ, അത് കുഞ്ഞുവാടാ. സ്വിച്ച് ബോർഡിൽ കൈയിടാൻ വേണ്ടി പോകുന്നതിന് അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നുണ്ട് കേട്ടാ. പക്ഷെ നല്ല പ്രൊട്ടക്ഷൻ ആണ്. എപ്പോഴുണ്ട്
ഞങ്ങളൊരു സന്ധ്യയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ ഗുരുവായൂരമ്പലത്തേക്ക് പിന്നെയും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും നല്ല തിരക്കുണ്ട്. ഇതാ ഞങ്ങൾ കണ്ടുപിടിച്ച ഇന്ത്യൻ കോഫി ഹൗസ്. നമ്മളെ കിഴക്കേ നടയിൽ ഗേറ്റ് കടന്ന് വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലാട്ടോ ഇന്ത്യൻ കോഫി ഹൗസ് വരുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ കഴിക്കണം എന്നുള്ളവർ ഇവിടെ ബാക്കി എല്ലാവരും മസാല ദോശ കേട്ടോ വാങ്ങിയത്. പിന്നെയും ഞാൻ വെജ് ബിരിയാണിയാണ് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. ആ ടൈമിൽ പിന്നെയും നമ്മുടെ മക്കൾ ഓടി കളിക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ ചെറിയ പണി നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാത്രമേ പോവുള്ളൂ. കുഞ്ഞൂസാണ് പ്രത്യേകിച്ച്. കുഞ്ഞൂസാണ് ബാക്കി രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഫുൾ ഓട്ടമായിരുന്നു. കുറേ നേരം ഓടിയ അവസരം ഞാനും എണ്ണും എല്ലാം മടുത്തു. അവരെ ഓടി ഓടി പിടിച്ച് നമ്മളൊരു ശീവേലി സമയമൊക്കെ ആകുമ്പോൾ ശീവേലി തൊഴിക്കാനായിട്ടോ കൊണ്ടുവന്നത്. ശീവേലിയുടെ സമയമാകുമ്പോൾ അകത്ത് കയറാന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞൊരു പ്രത്യേക ലോകമാണ്. നമുക്കവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നൂല. അത്രയ്ക്ക് നല്ല സുഖകരമായിട്ടുള്ള ഒരു അനുഭൂതി അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മളവിടെ തുലാഭാരം തൂക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പം മക്കളോട് നമ്മൾ പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല അത് തൊട്ട് തൊഴണമെന്ന്. പക്ഷേ എന്താണെന്ന് അറിയില്ല, അവർ 3 പേരെ തൊട്ട് തൊഴുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞൂസാണെങ്കിൽ അത് തൊട്ടിട്ട് ഓരോരുത്തരുടെയും തല വെച്ച് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആകെ ഇവിടെ വന്നിട്ടുണ്ടായ സങ്കടം മക്കൾക്ക് ദാഹിച്ചപ്പോൾ ഭക്ഷണശാലയിൽ നിന്ന് വെള്ളം തന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ബാഗ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ബോട്ടിലെടുത്തിട്ട് വരാഞ്ഞത്. ഇത് 3ാമത്തെ ദിവസമായിട്ടോ. ഞാൻ രാവിലെ 21 പ്രദക്ഷിണം അമ്പലത്തിൽ ഞാനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ 21 പ്രദക്ഷിണം ചെയ്തിട്ട് വന്ന വഴിയാണ്, തളർന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിലെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. അവിടുത്തെ ക്ലീനിങ്ങിലുള്ള ചേച്ചിമാരെല്ലാമായിട്ട് മക്കൾ നല്ല അടുപ്പായി. അപ്പോൾ അവരോടെല്ലാം ബായ് പറഞ്ഞു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് സമയത്തിനുള്ളിൽ മക്കൾ ഉറങ്ങി. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 1:15 ആയപ്പോൾ നമ്മൾ നേരെ കൊയിലാണ്ടിയുള്ള ഗാമ കിച്ചണിലെത്തി. തക്കര റെസിഡൻസിൻ്റെ താഴെയുള്ളത്. പറയാതിരിക്കാൻ വയ്യ, നല്ല ആംബിയൻസ് ആയിരുന്നു. അകത്ത് കയറി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പോലെയാണ്. എനിക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയ പോലെയാണ്. AC റൂമിലൊക്കെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയ പോലത്തെ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ആംബിയൻസ് മാത്രം പോരല്ലോ, അവിടുത്തെ സർവീസും കൂടെ വേണ്ടേ. സർവീസ് നമ്മൾ ആംബിയൻസ് എത്രത്തോളം നല്ലതാണോ സർവീസ് അത്രത്തോളം മോശമായിരുന്നു. മക്കൾ ഡൈനിങ് ടേബിളിൻ്റെ മേലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാവർക്കും ഉമ്മയും കൊടുത്ത് അവർ ചിരിച്ച് കളിച്ചിരിക്കുമായിരുന്നു. കാരണം എന്താ, ഡൈനിങ് ടേബിൾ കാലിയായിരുന്നു. ഞങ്ങൾ 1:30 എത്തിക്കഴിഞ്ഞിട്ട് 2:15 വരെ ഒരാളും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓർഡർ എടുക്കും, അവർ പോവും. പക്ഷെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഫൈറ്റായിരുന്നു. ആര് ടേബിളിൽ എന്നെ ഭക്ഷണം കൊടുക്കും, അവർ പണിയെടുക്കുന്നില്ല, ഇവർ പണിയെടുക്കുന്നില്ല, അങ്ങനത്തെ വർത്താനമായിരുന്നു അവർ നടന്നിട്ടുണ്ടായിരുന്നു. അവസാനം 2:15 ആയപ്പോൾ 3 ഗ്ലാസ് കൊണ്ടുവച്ച് തന്നു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ അവസാനം ഇരുന്ന് മക്കൾക്കും വിശക്കാൻ വേണ്ടി തുടങ്ങി, ഞങ്ങൾക്കും ഇരുന്ന് മടുത്തു. അങ്ങനെ അതുകൊണ്ട് കുറേ പേര് ഇറങ്ങിപ്പോയി. അവിടെ വന്നിരുന്ന കുറേ പേര് ഇറങ്ങിപ്പോയി. അത്രയ്ക്ക് സർവീസ് മോശമായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെയാണോ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ചെന്ന ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ MR റെസ്റ്റോറൻറ്റിൽ കയറി. പറയുന്നത് നല്ല ബിരിയാണിയായിരുന്നു. അതുകൊണ്ട് നല്ല വിശന്നിരുന്നുകൊണ്ട് നല്ലോണം കഴിച്ചു. കുട്ടികളും കുറച്ച് ഓടി കളിച്ചു കേട്ടോ. അവിടെ മേലെ ചെറിയൊരു പാർക്ക് പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവരും കഴിച്ചു. ഞങ്ങൾ വേഗം എന്നിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഞങ്ങളെ 3 ദിവസത്തെ ഗുരുവായൂർ യാത്ര. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളിനി എല്ലാവരെയും കിടത്തി ഉറക്കട്ടെ. എല്ലാവർക്കും എത്തിക്കഴിയുമ്പോഴത്തേക്കും നല്ല ഉറക്കം വന്നു. പൊന്നൂസൊക്കെ കരയാൻ വേണ്ടി തുടങ്ങി. ഇനി കുറച്ച് നേരം ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അവർ വലിയ ഉഷാറാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.